തൃശൂർ മണ്ഡലത്തിൽ ആര് തമ്മിലായിരിക്കും മത്സരം? തൃശ്ശൂര് വ്യക്തികൾ തന്നെയാണോ? അല്ല, രാഷ്ട്രീയ പാർട്ടി. രാഷ്ട്രീയ തൃശ്ശൂർ നോട്ടിന്റെ പാറ്റേൺ അറിഞ്ഞൂടെ? തൃശ്ശൂർ നോട്ടിന്റെ പാറ്റേൺ ഒന്നാം സ്ഥാനത്ത് 39% വോട്ടുള്ള UDF ആണ്. രണ്ടാം സ്ഥാനത്ത് 33%-ലേറെ വോട്ടുള്ള LDF ആണ്. മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ മാത്രം ശബരിമല വികാരമൊക്കെ ആളിക്കത്തിച്ച് 28% കിട്ടിയ കഴിഞ്ഞ തവണ മാത്രം കിട്ടിയ BJP ആണ്. തൃശ്ശൂരിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ്. പക്ഷേ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ 5 വർഷത്തിനുള്ളിൽ 3 തവണ വന്ന് 1 മാസത്തിനുള്ളിൽ 2 തവണ വന്ന് RSSഉം സംഘപരിവാർ ശക്തികൾ ദേശീയ തലത്തിൽ തൃശ്ശൂരിനെ ഏറ്റെടുത്തത് എന്നെ 5 തവണ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്ത് എന്നെ പാർലമെന്റിനകത്ത് എന്നെ വീർപ്പ് മുട്ടിച്ച് അവിടെ നിന്ന് പുറത്താക്കാൻ പാർലമെന്റിൽ തന്നെ പുറത്താക്കാൻ ശ്രമം നടത്തി BJPയും RSSഉം. പുറത്താക്കാൻ ഒരു ഘട്ടത്തിൽ എന്നെ ഡിസ്മിസ് ചെയ്യുന്നു പറഞ്ഞു പാർലമെന്റിൽ നിന്ന്. പാർലമെന്റിലെ ഏറ്റവും വലിയ BJPയുടെ ശത്രു RSS ശത്രു ഞാനായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായതിനു ശേഷം ഇന്നുവരെ 5 വർഷ കാലാവധിക്കുള്ളിൽ ഒരു MP-ക്ക് 5 തവണ സസ്പെൻഷൻ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരും കിട്ടിയിട്ടില്ല, കോൺഗ്രസുകാരും കിട്ടിയിട്ടില്ല. 5 തവണ സസ്പെൻഡ് ചെയ്തത് റെക്കോർഡ് ഒരേ ഒരു MP-ക്കുള്ളൂ, തൃശ്ശൂർ MP-ക്ക്. എന്നെ അവർ പാർലമെന്റ് പുറത്താക്കാൻ ശ്രമിച്ചു. ഞാൻ പ്രധാനമന്ത്രി നേരിട്ട് കാണാറുണ്ട്, അമിത്ഷാ നേരിട്ട് കാണാറുണ്ട്, എല്ലാ കേന്ദ്രമന്ത്രിമാരും നേരിട്ട് കാണാറുണ്ട്. പാർലമെന്റിനകത്ത് ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ, ഞങ്ങൾക്ക് എപ്പോഴും കണ്ട് സംസാരിക്കാം. പക്ഷെ അവർക്ക് അത്രമാത്രം ശത്രുത എന്നോടുള്ളത് കൊണ്ട് തൃശ്ശൂരിൽ BJPയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ഈ കൊച്ചിയിൽ വന്ന് ക്യാമ്പ് ചെയ്ത് ഓൺലൈൻ മാധ്യമങ്ങളുടെ യോഗവും ബ്ലോഗർമാരുടെ യോഗവും വിളിച്ചു. വിളിച്ച യോഗത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ടാർഗറ്റ് എത്ര പണം ചെലവഴിച്ചാലും തൃശ്ശൂരിൽ TN പ്രതാപനെ തോൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. LDF-ലേക്ക് തോൽപ്പിക്കണം എന്നല്ല പറഞ്ഞത്, TN പ്രതാപനെ തോൽപ്പിക്കണം. ദേശീയതലത്തിൽ അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടിലൊന്ന് MP-മാരിൽ ഞാനാ 147 MP-മാരെ സസ്പെൻഡ് ചെയ്തപ്പോ ഒന്നാമത്തെ സസ്പെൻഷൻ എന്നെ ചെയ്തത്. എന്നെ സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ബാക്കി ലോകസഭയിലും രാജ്യസഭയിലും മറ്റ് MP-മാരെല്ലാം പ്രതികരിച്ചത്. എന്നെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഒന്നാമൻ ഞാനായിരുന്നു. ടാർഗറ്റ് മനസ്സിലായില്ലേ? തൃശ്ശൂരിൽ പൊളിറ്റിക്കലായി LDF-ഉം UDF-ഉം തന്നെയാണ്. UDF ഫസ്റ്റ്, LDF സെക്കൻഡ്, BJP തേർഡ്. പക്ഷേ BJPയുടെ ദേശീയ നേതൃത്വത്തിന് തൃശ്ശൂരിൽ ഒരേ ഒരു ശത്രുവിനെ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഉൾപ്പെടെ അവർ വരുന്നത്. TN പ്രതാപനാണ് BJPയുടെ ശത്രു. അതുകൊണ്ട് ദേശീയ മത്സരം BJPയും ഇന്ത്യ മുന്നണിയും നയിക്കുന്ന കോൺഗ്രസുമാണെങ്കിൽ ഇവിടെ അവർ എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വരട്ടെ. നിങ്ങളൊക്കെ ഉണ്ടല്ലോ തൃശ്ശൂരിൽ, നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ മതനിരപേക്ഷത ഇരിക്കുന്ന എല്ലാവരും മതനിരപേക്ഷത വിശ്വസിക്കുന്ന ബോധ്യമുണ്ട്. തൃശ്ശൂരിലെ ആളുകളും നല്ല ബോധ്യമുണ്ട്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാ, ഞാനിവിടെ ജീവിക്കുന്ന ആളാ, ഇവിടെ ജീവിച്ചു മരിക്കാൻ വേണ്ടി പോണ ആളാ. അതുകൊണ്ട് BJPയുടെ RSS സംഘപരിവാർ ശക്തികളുടെ മോഹൻ ഭാഗത്ത് വരുന്നു പറഞ്ഞു കേൾക്കണു. RSS നേതാവ് ഇവിടെ വരാൻ പോകുന്നത് കേൾക്കുന്നു. വീണ്ടും പ്രധാനമന്ത്രി വരുന്നു എന്ന് കേൾക്കണു. ആഭ്യന്തരമന്ത്രിയും യോഗി ആദിത്യനാഥ് തൃശ്ശൂർ വരാൻ പോണെന്ന് കേൾക്കണു. വരട്ടെ. ടാർഗറ്റ് എളിയവനായ ഞാനാണെങ്കിൽ ഞാൻ ആ ടാർഗറ്റിന് മുന്നിൽ പോരാളിയായി ഉണ്ടാകും. തൃശ്ശൂരിലെ മതനിരപേക്ഷത വിശ്വസിക്കുന്നവർ, എന്നെ തിരിച്ചറിയുന്നവർ അത് തിരിച്ചറിയുമെന്ന് എനിക്ക് വിശ്വാസം.